ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊന്ന് നടക്കാൻ പോയിട്ട് വന്നത്. രാവിലെ കുറേ വർഷങ്ങളായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം വിചാരിച്ചു, ഒരു വ്യത്യാസം, ചേഞ്ചൊക്കെ വേണ്ടേ. ഒരു സ്റ്റെപ്സ്, ഞാൻ ഇന്ന് എത്ര സ്റ്റെപ്സ് നടക്കുമെന്ന് എണ്ണി നോക്കാമെന്ന് വിചാരിച്ചു. നടന്നു കഴിഞ്ഞപ്പോൾ 1300 സ്റ്റെപ്സ് ഞാൻ നടന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു മോട്ടിവേഷനായേ. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാനപ്പോൾ കുറേ സ്റ്റെപ്സ് വെച്ച് കഴിഞ്ഞു. മാത്രമല്ല, എനിക്കൊരു 10,000 സ്റ്റെപ്സ് വയ്ക്കണമെങ്കിൽ എനിക്കൊരു 10 ദിവസം വേണ്ട എന്ന് ഓർത്തപ്പോൾ അതൊരു വലിയ കാര്യമാണ് അല്ലേ. പല തുള്ളി പെരുവെള്ളം എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ പലരും എക്സസൈസ് ചെയ്യണം, നടക്കണം എന്നൊക്കെ വിചാരിക്കണം ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും ഈ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല, പട്ടി ഉണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ആൾക്കാരുടെ നടപ്പൊക്കെ ഇങ്ങനെ ഡിലേ ചെയ്ത് പോവാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ഒരു കാര്യം, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് നമുക്ക് നാളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മളത് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ 2 സ്റ്റെപ്സോ 5 സ്റ്റെപ്സോ വെക്കാൻ പറ്റുമെങ്കിൽ വീടിന്റെ അകത്ത് തന്നെ, ആദ്യം വീടിന്റെ അകത്ത് പിന്നെ വീടിന്റെ പുറത്ത്, അങ്ങനെ നമുക്ക് നടക്കാം. അങ്ങനെ നമ്മൾ സ്റ്റെപ്സ് എണ്ണി നമ്മൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ അതൊരു വലിയ യാത്രയിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതൊരു നല്ലതാണല്ലോ. നമ്മുടെ ശരീരത്തിന് എത്രത്തോളം നടപ്പിന്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും ഒക്കെ നമുക്കറിയാലോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം തന്നെയാണ് നാളെയും ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വലിയൊരു സംഭവം. ഞാൻ വേറൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഷോർട്ടായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് നാളെയും നമ്മളത് തന്നെയായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ മാക്സിമം പെർഫെക്ഷനിലെല്ലാം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നമ്മൾ ഇന്ന് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നല്ലൊരു തുടക്കം ഇടാൻ നമുക്ക് ഇന്ന് പറ്റും. ഒരു കാര്യം ചെയ്യാൻ ഏറ്റവും നല്ലത് ഒന്നുകിൽ 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഇന്ന് എന്നാണ് ചൈനീസ് പഴമൊഴിയിൽ പറയാറുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവർക്ക് കുറച്ച് ബുദ്ധിയൊക്കെ കൂടുതലുള്ള കൂട്ടരാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം കൂടുതൽ പെർഫെക്ഷനിലേക്ക് പോകാണ്ട് ഇന്ന് തന്നെ ചെയ്യാനായിട്ട് നമുക്കും മറ്റുള്ളവർക്കും നല്ലതാണെങ്കിൽ പിന്നെ എന്ത് ചിന്തിക്കാനാ, തുടങ്ങിയേക്കണം. അപ്പോൾ അത് ഇപ്പം ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുമല്ലോ അല്ലേ. താങ്ക് യു.